വർത്തമാന കാലാനുഭവങ്ങൾക്കൊരു പാഠഭേദം. പത്രദൃശ്യ മാധ്യമങ്ങളിൽ ഇന്നേറെയും കാണുന്നത് വളരെ ഹൃദയഭേദകമായ ദുരന്തപൂർണമായ വാർത്തകളാണ്. പകയിലൂടെ, ലഹരിയിലൂടെ മറ്റൊരാളെ കൊന്നു തള്ളുന്നതിൽ രക്തബന്ധത്തിന്റെ ചങ്ങലയ്ക്ക് പോലും പ്രസക്തിയില്ലാതായി മാറുന്നു. അച്ഛൻ, അമ്മ, മക്കൾ, കൂടപ്പിറപ്പുകൾ, സൗഹൃദങ്ങൾ, പരിശുദ്ധി നിറഞ്ഞ ഈ ബന്ധങ്ങൾ കൂടി കുറ്റബോധത്തിന്റെ നേർത്ത കണം പോലുമില്ലാതെ ഇത്തരം കൊലപാതകങ്ങൾക്ക് വിധേയമാകുന്നു എന്നത് വർത്തമാനകാലത്തെ ദൈനംദിന വാർത്തകളായി മാറിക്കഴിഞ്ഞു. മറ്റൊരു വശത്ത് യുദ്ധക്കെടുതികളിലൂടെ നിരപരാധികൾ, കുട്ടികൾ, നിരാലംബർ, രോഗികൾ, അങ്ങനെ സമൂഹത്തിലെ പ്രായഭേദമന്യുള്ള ജനങ്ങൾ തങ്ങളുടേതല്ലാത്ത കാരണത്താൽ അഹന്ത നിറഞ്ഞ ഭരണാധികാരികളുടെ ആജ്ഞാനവർത്തികളാൽ ദാരുണാന്ത്യത്തിന് പാത്രീഭൂതരാകുന്നു. പ്രകൃതി ദുരന്തങ്ങൾ വേറെയും. ഇത്തരം വാർത്തകൾ നമ്മിൽ രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഒന്ന്, അവരോടുള്ള സഹതാപം. അത് നമ്മെ വല്ലാത്ത മാനസികാവസ്ഥയിലെത്തിക്കുന്നു. രണ്ട്, ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. അവർക്കതൊരു പാഠമാകണം, അവരുടെ ജീവിത വൈകൃതത്തിന്റെ ശിക്ഷയായിരിക്കാം എന്നൊക്കെയാവാം. യഥാർത്ഥത്തിൽ ദുരന്തങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? സഹതാപമാണോ, അതോ അവർക്കിതൊരു പാഠമാകട്ടെ എന്നാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സുവിശേഷത്തിൽ വളരെ വ്യക്തമായി യേശു പറഞ്ഞു വെക്കുന്നുണ്ട്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ കർത്താവ് വളരെ കൃത്യതയോടെ പറയുന്നത് നമ്മൾ അതൊരു പാഠമായി എടുക്കണമെന്നാണ്. നമുക്ക് അതൊരു ഓർമ്മപ്പെടുത്തലാണ്, പാഠമാക്കലാണ് എന്നാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള ഭാഗത്ത് 3 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കർത്താവ് ഇത് വ്യക്തമാക്കുന്നു. ഒന്ന്, ചരിത്രത്തിൽ അന്നത്തെ രാജാവിന്റെ ക്രൂരത കാരണം നടന്ന ഒരു സംഭവം. ഏതാനും ഗലീലിക്കാരുടെ ബലിയിൽ പീലാത്തോസ് രക്തം കലർത്തുന്നു. പീലാത്തോസ് പലസ്തീന ഭരിച്ചിരുന്ന കാലത്ത് ജെറുസലേം ദേവാലയത്തിലെ ഭണ്ഡാരശേഖരം ഉപയോഗിച്ച് അഴുക്കുചാലകൾ പുനരുദ്ധരീകരിക്കാൻ ശ്രമിച്ചതിനെതിരെ ഏതാനും യഹൂദർ വിപ്ലവം സൃഷ്ടിച്ചതിനാൽ അവരുടെ പ്രാർത്ഥനാ മധ്യേ പടയാളികളെ അയച്ച് അവരെ കൊല്ലുകയാണ് ചെയ്യുന്നത്. യേശു പറഞ്ഞു വയ്ക്കുന്നത് അവർ മരണം പ്രാപിച്ചത് അവരുടെ പാപം കാരണമല്ല, മറിച്ച് നമുക്കതൊരു പാഠമാകട്ടെ എന്ന് തന്നെയാണ്. രണ്ട്, പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായി ജെറുസലേം പട്ടണത്തിനടുത്തുള്ള സിലോഹായിലെ വലിയൊരു ഗോപുരം ഒരു ദിവസം ഇടിഞ്ഞു വീഴുകയും 18 പേർക്ക് ദാരുണാന്ത്യം സംഭവിക്കുകയും ചെയ്യുന്നു. അവിടെയും യേശു നമ്മെ പഠിപ്പിക്കുന്നത് അവർ പാപികളല്ല, മറിച്ച് നമുക്കതൊരു പാഠമാകട്ടെ എന്നാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇതിന്റെ സൂചനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്ത് പാഠമാണ്, എന്ത് ഓർമ്മപ്പെടുത്തലാണ് കർത്താവ് നമുക്ക് നൽകുന്നത്? ഉത്തരം വളരെ ലളിതം. ഏത് സംഭവവും നമ്മെ പശ്ചാത്താപത്തിലേക്ക്, അനുതാപത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം എന്ന വലിയ പാഠം. ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏതവസരവും ദൈവം നൽകുന്ന ദാനമാണ്. അതുപയോഗിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അനുതാപത്തിലേക്ക് നാം നയിക്കപ്പെടണം എന്ന പാഠം. ലഭിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വീണ്ടും ഒരു അവസരം ലഭിക്കണമെന്നില്ല. മൂന്നാമതായി സുവിശേഷകൻ വരച്ചു വയ്ക്കുന്ന മുന്തിരിത്തോട്ടത്തിലെ അത്തിവൃക്ഷം എന്ന ഉപമ കാര്യത്തിൽ ഒന്നുകൂടി വ്യക്തമാക്കുന്നു. മുന്തിരിച്ചെടിയുടെ വളർച്ചയ്ക്ക് ഏറെ ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ്, നല്ല ഫലം ലഭിക്കും. എന്നാൽ അത്തിവൃക്ഷം എവിടെയും എങ്ങനെയും വളരാൻ കഴിവുള്ളതാണ്. ആ അത്തിമരത്തെ വളരെ ശ്രദ്ധ ആവശ്യമായ മുന്തിരിച്ചെടികൾക്കിടയിൽ നടുമ്പോൾ അത് യജമാനന്റെ കരുതലിന്റെ ശ്രദ്ധയുടെ അടയാളമായി മാറുന്നു. ഇവിടെ നമ്മെ ഓരോരുത്തരെയും കർത്താവ് ഈ അത്തിമരമായി ഉപമിക്കുകയാണ്. ദൈവം നമുക്ക് പ്രത്യേക കരുതലും സ്നേഹവും തന്ന് നമ്മെ പരിപാലിക്കുന്നു. എന്നാൽ നാം പലപ്പോഴും നിലം പാഴാക്കുന്നവരായി മാറുന്നില്ലേ? നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ, വിശുദ്ധ ബലി, കുമ്പസാരം, ദൈവവചന പ്രഘോഷണം തുടങ്ങിയവ വഴി നാം ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ വളരെ ദുഃഖത്തോടെ, നിരാശയോടെ ദൈവം നമ്മെ നോക്കി ചോദിക്കും, നീ എന്തിനാണ് നിലം പാഴാക്കുന്നത് എന്ന്. ആ ചോദ്യം ഏറെ ദുരന്തപൂർണവുമാണ്. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, പ്രത്യേകിച്ച് തപസ്സുകാലങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുന്ന അനുതാപത്തിന്, പശ്ചാത്താപത്തിന് നാം വിധേയരാകണം. ഏതൊക്കെ മേഖലകളിലാണ് ഞാൻ അനുദപിക്കേണ്ടത് എന്ന ചോദ്യം തികച്ചും വൈയക്തികമാണ്. അങ്ങനെ ഒരു മാറ്റം നാം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ഫലശൂന്യമായ അത്തിവൃക്ഷമായി കർത്താവിന് മുൻപിൽ നിൽക്കേണ്ടി വരും. അവസരം ഉണ്ടാകണമെന്ന് നാം പ്രതീക്ഷിക്കരുത്.
അതിനാൽ ലഭിക്കുന്ന അവസരങ്ങളിൽ സ്നേഹവും സന്തോഷവും കരുതലും ക്ഷമയും നാം പങ്കുവയ്ക്കാൻ തയ്യാറാവുക. കാരണം പിന്നീട് ഒരു അവസരം ലഭ്യമാക്കാൻ ഒരു കൃഷിക്കാരന്റെ സാന്നിധ്യം നമ്മളിലില്ല. എങ്കിലും നമുക്ക് കിട്ടുന്ന ഓരോ അവസരവും ഒരു തവണ കൂടിയുള്ള ദൈവത്തിന്റെ പരിശ്രമമാണ്, പ്രതീക്ഷയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങൾ, ജീവഹാനി, അവയൊക്കെ നമുക്കൊരു പാഠമായി, ഓർമ്മപ്പെടുത്തലായി കരുതി അനുതാപത്തെ നമുക്ക് കൂട്ടുപിടിക്കാം. കാരണം ഇനിയൊരു അവസരം ഉണ്ടാവുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ.